നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനിയെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ, പക്ഷേ സത്യ കൂടെ വരില്ല. ഇവർക്ക് ആ കുട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലാക്കട്ടെ. പ്രശ്നം തീർന്നല്ലോ. സത്യമേ, അവിടെ ആവുമ്പോ നേരത്തിന് ഭക്ഷണവും കിട്ടും, അച്ഛനില്ലാത്ത കൊച്ചെന്നുള്ള ചീത്ത പേരും കിട്ടില്ല. കൂടെ ഉള്ളതെല്ലാം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാവുമ്പോ ഒരോളത്തിനങ്ങ് പോവുകയും ചെയ്യും. എന്റെ മോളെ എങ്ങനെ വളർത്തണോന്ന് എവിടെ വളർത്തണോന്ന് തീരുമാനിക്കുന്നത് ഞാനാ സത്യമേ. ഈ സമയത്ത് എന്റെ അച്ഛൻ ഇവിടെ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് സത്യമേ കൊണ്ട് അച്ഛൻ ഇത് പറയിക്കില്ലായിരുന്നു. പുന്നാര മരുമോള് പറഞ്ഞത് കേട്ടല്ലോ. ഇറങ്ങിപ്പോകാൻ തന്നെയാ കൽപ്പിച്ചത്. അതൊരൽപ്പം ആലങ്കാരികമായിട്ട് അവളങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. കളക്ടറല്ലേ, അതിന്റെ ഒരു പവർ കാണിക്കാതിരിക്കാൻ ഒക്കോ? ഇവളുടെ ഭാഗം നീ എന്താ ചിന്തിക്കാത്തത്? നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട്. വേണ്ട രാഘവേട്ട, അച്ഛനില്ലാത്ത കൊച്ചിനെയും കൊണ്ട് അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. സത്യഭാമയുടെ വീട്ടിൽ ജീവിക്കില്ല, ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാക്കിന് എല്ലുള്ള മരുമക്കളൊന്നും എന്റെ കുടുംബത്തിൽ കയറിക്കൂടാൻ ഞാൻ സമ്മതിക്കില്ല. വാ പോകാം. നിങ്ങൾ വരുന്നില്ലേ? മരുമകള് ചൂലെടുത്ത് അടിച്ചിറക്കാൻ നിൽക്കുകയാണോ? ഇതൊരുപാട് കടന്നുപോയി കേട്ടോ. സത്യയുടെ കാര്യത്തിന് വ്യക്തമായ ഒരു മറുപടി കിട്ടാത്തിടത്തോളം കാലം സത്യഭാമയുടെ നിലപാട് ഇത് തന്നെയായിരിക്കും. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? സത്യമില്ലാതെ എങ്ങനെയാ അച്ഛൻ? മോളെ, നിന്നെ മനസ്സിലാക്കിയ അച്ഛൻ സാധിക്കും. നിങ്ങളോട് വരാനല്ലേ പറഞ്ഞത്? പൊന്നി, പൊന്നി, ഈ സാരിയും കൂടി എടുത്തോണ്ട് പൊയ്ക്കോ. ഇനിയിപ്പോ ഇതിന് പ്രസക്തിയില്ലല്ലോ. എന്നെയും എന്റെ മോളെ മനസ്സിലാക്കാത്തവരുടെ സാരി എനിക്ക് ആവശ്യമില്ല. കൊണ്ടുപോയാൽ വല്ല ദുരിതാശ്വാസമോ വെള്ളപ്പൊക്കമോ പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കാം. ആ പുണ്യമെങ്കിലും കിട്ടും. പൊന്നി, എടുത്തോണ്ട് പോ. രാഘവേട്ട വരുന്നുണ്ടോ? പൊയ്ക്കോ അച്ഛാ, സത്യമെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.